ആകാശവാണി വാർത്താ വീക്ഷണം. അനിശ്ചിതമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ, തിരുവനന്തപുരം. അവതരണം പ്രിയ സുബലക്ഷ്മി. മനുഷ്യ മനസാക്ഷിക്ക് മുന്നിൽ തീരാനോവായി ജീവനറ്റ് വീഴുന്ന മനുഷ്യരുടെ എണ്ണം അനുദിനം ഉയരുമ്പോഴും റഷ്യ യുക്രൈൻ യുദ്ധം അനിശ്ചിതമായി തുടരുകയാണ്. 2.5 വർഷത്തോളമായി ഇത്രയേറെ മനുഷ്യനഷ്ടം നേരിട്ട യുദ്ധം തുടർന്നിട്ടും സമാധാനത്തിനുള്ള ഇടപെടൽ ഒരു ഭാഗത്തു നിന്നും കാണാത്തത് ആശങ്ക ഇരട്ടിപ്പിക്കുകയാണ്. മധ്യ ഏഷ്യയിൽ പലസ്തീൻ ഇസ്രായേൽ യുദ്ധക്കെടുതികളുടെ വാർത്തകൾക്കൊപ്പം റഷ്യ യുക്രൈൻ സംഘർഷവും ലോകത്തിന് നൽകുന്നത് കനത്ത ആഘാതമാണ്. യുദ്ധം സൃഷ്ടിച്ച മാനസിക, സാമ്പത്തിക, സാമൂഹിക പ്രശ്നങ്ങളിൽ യുക്രൈൻ ഉഴലുകയാണ്. അതേസമയം പുറമേക്ക് വാർത്തകൾ വരുന്നില്ലെങ്കിലും തുടരുന്ന യുദ്ധം റഷ്യയിലും അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വികസനം, തൊഴിൽ, സാമൂഹിക സാഹചര്യം എന്നീ മേഖലകളിൽ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇരു രാജ്യത്തുമെങ്കിലും യുദ്ധം നിർത്താനുള്ള ഫലപ്രദമായ നീക്കമൊന്നും കാണുന്നില്ല എന്നത് തീർത്തും നിരാശപ്പെടുത്തുന്നതാണ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇരു രാജ്യങ്ങളുമായി നയതന്ത്ര തലത്തിലും അല്ലാതെയും ഇടപെട്ട് സംഘർഷം ഒഴിവാക്കാനുള്ള പല ശ്രമങ്ങളും ഐക്യരാഷ്ട്രസഭയും ചില രാജ്യങ്ങളും നടത്തിയിരുന്നു. എന്നാൽ റഷ്യയുടെ നിലപാടിൽ വിട്ടുവീഴ്ചയുണ്ടാകാതെ വരികയും യുക്രൈൻ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതോടെ അന്താരാഷ്ട്ര ശ്രമങ്ങൾ പാതിവഴിയിൽ നിലച്ചു. റഷ്യക്കെതിരെ ഉപരോധം ഉൾപ്പെടെ ഏർപ്പെടുത്തി സമ്മർദ്ദത്തിന് ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഒട്ടേറെ തവണ രക്ഷാസമിതിയും പൊതുസഭയും യുദ്ധം അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാൻ റഷ്യ തയ്യാറായില്ല. മറുപക്ഷത്ത് നാറ്റോ, പാശ്ചാത്യ ശക്തികളുടെ പിന്തുണയോടെ യുക്രൈനും കടന്നാക്രമണത്തിന് മുതിർന്നു. 2022 ഫെബ്രുവരി 24 തുടങ്ങിയ യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളിലെയും സൈനികരും സിവിലിയന്മാരും ഉൾപ്പെടെ 5 ലക്ഷത്തിലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. 2 ലക്ഷത്തോളം പേർക്ക് പരിക്കേറ്റു. കൊടിയ യുദ്ധത്തിൽ അനാഥമാക്കപ്പെട്ടത് 1/2 ലക്ഷത്തോളം കുട്ടികളാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം 2 കോടി പേരാണ് പലായനം ചെയ്യപ്പെട്ടത്. യുദ്ധത്തെ തുടർന്ന് സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന യാതനകൾ സമാനതകളില്ലാത്തതാണ്. 2.5 വർഷത്തോളമായി പഠനം മുടങ്ങിയ വിദ്യാർത്ഥികളും ജോലി നഷ്ടപ്പെട്ട രക്ഷിതാക്കളും കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക വിഭാഗം നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അനന്തമായ യുദ്ധം കാരണം ഇരു രാജ്യങ്ങളുടെയും അതിർത്തി മേഖലകളിൽ ജനവാസം തീർത്തും സാധ്യമല്ലാതായി. ഇരു രാജ്യങ്ങളും യുദ്ധക്കെടുതിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. ഓഗസ്റ്റ് 6 അപ്രതീക്ഷിതമായി റഷ്യൻ മേഖലയിലേക്ക് യുക്രൈൻ നടത്തിയ ആക്രമണമാണ് ഏറ്റവും ഒടുവിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷം രൂക്ഷമാക്കിയത്. റഷ്യൻ മേഖലയിലേക്ക് നുഴഞ്ഞുകയറിയ യുക്രൈൻ സേന വിവിധ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. എന്നാൽ ഇതിനു പിന്നാലെ ശക്തമായ തിരിച്ചടിയുമായി റഷ്യ രംഗത്തെത്തി. കഴിഞ്ഞ 4 ദിവസത്തിനിടെ മാത്രം തുടർച്ചയായി 3 തവണ റഷ്യ യുക്രൈന് മേൽ ഡ്രോൺ ആക്രമണം നടത്തി. അതിർത്തി മേഖലകളിൽ ഇരു രാജ്യങ്ങളും സ്ഥാപിച്ച സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഡ്രോൺ ആക്രമണം നടക്കുന്നത്. വ്യോമാക്രമണം ജനവാസ മേഖലകളെ ഒഴിവാക്കിയാണ് നടത്തുന്നതെന്ന് റഷ്യ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ വർഷം ജനുവരി മുതൽ റഷ്യൻ വ്യോമാക്രമണത്തിൽ 200ഓളം സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായി യുക്രൈൻ പറയുന്നു. അതിർത്തി മേഖലകളിൽ രൂക്ഷമായ ആക്രമണം തുടരുന്നതിനിടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതി തന്റെ പക്കലുണ്ടെന്ന യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമർ സെലൻസ്കിയുടെ പ്രസ്താവന ആഗോള സമൂഹത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകിയത്. എന്നാൽ തന്റെ പദ്ധതി രഹസ്യമാക്കി വെച്ച സെലൻസ്കി മുഴുവൻ വിശദാംശങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും ഇനി തെരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ നേതൃത്വവുമായും പങ്കുവയ്ക്കുമെന്നാണ് നിലപാടെടുത്തത്. റഷ്യയിലെ കുർസ്ക് മേഖലയിലേക്കുള്ള യുക്രൈന്റെ സൈനിക നീക്കം തുടരുന്നതും അമേരിക്ക നൽകിയ ആയുധങ്ങൾ റഷ്യയ്ക്ക് മേൽ പ്രയോഗിക്കാനുള്ള അനുമതി തേടിയെന്ന പ്രസ്താവനയും സെലൻസ്കിയുടെ നിലപാടിൽ സംശയം ജനിപ്പിക്കുന്നതായി നയതന്ത്ര വിദഗ്ധർ പറയുന്നു. ഒരേ സമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നതും US നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതും യുക്രൈന്റെ സമ്മർദ്ദ തന്ത്രമായും നയതന്ത്ര മേഖലയിലുള്ളവർ വിലയിരുത്തുന്നു. അമേരിക്കൻ ഇടപെടൽ ഉറപ്പാക്കി യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് സെലൻസ്കിയുടെ നീക്കമെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമർ സെലൻസ്കിയുടെ സന്നദ്ധത റഷ്യ വീണ്ടും തള്ളിയിരിക്കുകയാണ്. യുക്രൈന്റെ നിലപാട് വിശ്വസനീയമല്ലെന്നും മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിലെ സൈനിക നടപടി തുടരുമെന്നും മോസ്കോ വ്യക്തമാക്കി. യുക്രൈനെതിരായ നീക്കത്തിൽ തങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. നിലവിൽ റഷ്യൻ സേന കേന്ദ്രീകരിച്ച കിഴക്കൻ യുക്രൈനിലെ ഡൊണറ്റസ്ക് മേഖലയിൽ ശക്തമായ ആക്രമണം തുടരുമെന്നാണ് ദിമിത്രി പെസ്കോവിന്റെ പ്രസ്താവന വ്യക്തമാക്കുന്നത്.
യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് യുക്രൈനും ഒരു കാരണവശാലും യുദ്ധം നിർത്തില്ലെന്ന നിലപാട് റഷ്യയും സ്വീകരിച്ചതോടെ മേഖലയിൽ സംഘർഷാവസ്ഥയ്ക്ക് പരിഹാരം വിദൂരമാണ്. യുദ്ധം ഇരു രാജ്യങ്ങൾക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ഉപരോധ നടപടികളും ശക്തമാക്കിയിട്ടും വെടിനിർത്തലിന് റഷ്യയോ യുക്രൈനോ തയ്യാറാകുന്നില്ല. സൈനിക നഷ്ടം, ഭക്ഷ്യക്ഷാമം, തദ്ദേശീയ സമ്മർദ്ദം, പ്രതികൂല കാലാവസ്ഥ, ഇന്ധനക്ഷാമം, സാമ്പത്തിക ചെലവ് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിന്റെ തുടക്കത്തിൽ റഷ്യ അനുനയത്തിന്റെ ഭാഷ സ്വീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് എല്ലാ സമ്മർദ്ദങ്ങളെയും തള്ളി യുക്രൈനെതിരായ ആക്രമണം കടുപ്പിക്കുന്നതാണ് കണ്ടത്. തുടക്കത്തിലെ പതർച്ച വിട്ട് പോരാട്ടവീര്യം വീണ്ടെടുത്ത് യുക്രൈനും ശക്തമായ പ്രതിരോധവും പ്രത്യാക്രമണവും തുടർന്നതോടെ മേഖലയിൽ സമാധാനം മരീചികയായി മാറി. യുദ്ധം അനിശ്ചിതമായി തുടരുന്നതോടെ സൈനിക സാമ്പത്തിക വികസന കാര്യങ്ങളിൽ നേരിടുന്ന തകർച്ചയോടൊപ്പം ജനങ്ങളുടെ കടുത്ത രോഷവും ഇരു രാജ്യത്തെയും ഭരണകൂടങ്ങൾ നേരിടുന്നുണ്ട്. യുക്രൈനെ നാറ്റോ സഖ്യകക്ഷിയാക്കുമെന്ന ഭീതിയിൽ അധിനിവേശവും ആക്രമണവും തുടങ്ങിയ റഷ്യ 1.5 വർഷം പിന്നിടുമ്പോൾ യുക്രൈൻ പൂർണ്ണമായും നാറ്റോ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായി മാറുന്ന കാഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നു. ഔദ്യോഗിക പ്രവേശനം സാധ്യമായില്ലെങ്കിലും യുക്രൈന് യൂറോപ്യൻ യൂണിയനുമായും നാറ്റോ സഖ്യകക്ഷികളുമായും ഏറെ അടുത്ത ബന്ധം പുലർത്താനും സഹകരണങ്ങളിൽ ഏർപ്പെടാനും യുദ്ധം മൂലം സാധിച്ചു. മാത്രവുമല്ല, റഷ്യക്കെതിരായ യുദ്ധത്തിൽ ആയുധ, സാമ്പത്തിക, സാങ്കേതിക സഹായം നൽകാനും നാറ്റോ സഖ്യകക്ഷികൾ തയ്യാറായി. ഇത്രയേറെ കൊടിയ ആക്രമണങ്ങൾ തുടർന്നിട്ടും റഷ്യയ്ക്ക് മേൽ പിടിച്ചു നിൽക്കാൻ യുക്രൈന് കഴിഞ്ഞത് നാറ്റോ ശക്തികൾ നൽകുന്ന പിന്തുണ കൊണ്ടാണ്. അമേരിക്ക ഉൾപ്പെടെ 46 രാജ്യങ്ങൾ 2 വർഷത്തിനിടെ യുക്രൈന് ആയുധ, സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. ദീർഘദൂര, മധ്യദൂര റോക്കറ്റുകളുടെ ശേഖരം യുക്രൈനിലുണ്ടായത് റഷ്യൻ അധിനിവേശത്തിന് ശേഷമാണ്. എന്നാൽ അത്യന്താധുനിക യുദ്ധവിമാനങ്ങൾ നൽകാൻ അമേരിക്ക ഉൾപ്പെടെ മടിക്കുകയാണ്. അത്തരം യുദ്ധസന്നാഹം യുക്രൈൻ ഉണ്ടായാൽ യുദ്ധം ആഗോള വിപത്തായി മാറുമെന്ന ആശങ്ക പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കുണ്ട്. യുക്രൈൻ നാറ്റോയുടെ ഭാഗമായി മാറുന്നത് റഷ്യയുടെ നയതന്ത്ര സുരക്ഷാ മേഖലയിൽ വെല്ലുവിളി ഉയർത്തുന്നതുകൂടിയാണ്. നേരത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ലിത്വാനിയ, ലാറ്റ്വിയ, എസ്റ്റോണിയ തുടങ്ങിയ ബാൾട്ടിക് റിപ്പബ്ലിക് രാജ്യങ്ങൾ ഇന്ന് നാറ്റോ അംഗരാജ്യങ്ങളാണ്. തങ്ങളുടെ അതിർത്തി പങ്കിടുന്നതും പൂർവ്വ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നതുമായ രാജ്യങ്ങൾ ഒന്നൊന്നായി യൂറോപ്യൻ യൂണിയന്റെ കൊടിക്കീഴിൽ അണിനിരക്കുന്നത് റഷ്യയെ സംബന്ധിച്ച് എന്തുകൊണ്ടും അസ്വസ്ഥതയുണ്ടാക്കുന്ന വിഷയങ്ങളാണ്. അതുതന്നെയാണ് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും സമ്മർദ്ദം ചെലുത്തിയിട്ടും യുക്രൈനെതിരായ സൈനിക നടപടി ഉപേക്ഷിക്കാൻ മോസ്കോ തയ്യാറാകാത്തത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആഗോളതലത്തിലുള്ള സമ്മർദ്ദവും ഇടപെടലും വേണമെന്ന നിലപാട് തുടക്കം മുതൽ ഇന്ത്യ ആവർത്തിക്കുന്നതാണ്. ജൂലൈയിൽ നടന്ന റഷ്യൻ സന്ദർശന വേളയിലും കഴിഞ്ഞ ആഴ്ച യുക്രൈൻ സന്ദർശിച്ചപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ പ്രധാനമന്ത്രി മോദി പറഞ്ഞത് ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രതീക്ഷ പകർന്നു. സമാധാനം കൈവരിക്കാനുള്ള നീക്കം നടത്തണമെന്നും ഇരു രാജ്യങ്ങളും ഉള്ളു തുറന്ന് ചർച്ച നടത്തി പ്രായോഗികമായ പരിഹാരം തേടണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുക്രൈനിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളാണ് വേണ്ടതെന്നും ഇതിനായുള്ള ഏത് ശ്രമത്തിനും ഇന്ത്യ ഒപ്പമുണ്ടാകുമെന്നും ശ്രീ മോദി പറഞ്ഞത് യുദ്ധവിരുദ്ധ വികാരത്തിന്റെ പ്രകടനം കൂടിയായി മാറി. ജൂലൈയിൽ റഷ്യൻ സന്ദർശനത്തിനിടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സൗഹൃദം പങ്കുവച്ചതിനെ വിമർശിച്ച യുക്രൈന് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനവും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നിലപാടുകളും മറുപടിയാവുകയായിരുന്നു. ഇന്ത്യയുടെ നയതന്ത്ര നിലപാട് റഷ്യയുമായി അടുപ്പം സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ യുക്രൈനെ ചേർത്ത് നിർത്തുന്നതുകൂടിയാണെന്ന് പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശനം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും പരസ്പര വിശ്വാസത്തോടെയുള്ള ചർച്ചകൾക്ക് മുൻകൈയെടുക്കാനും അതുവഴി യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും കഴിയണമെന്ന ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങളുടെ പ്രശംസയ്ക്കിടയാക്കി. സമാധാനപരമായ ഒത്തുതീർപ്പ് എന്ന ഇന്ത്യയുടെ നിലപാടിനെ റഷ്യ പിന്തുണയ്ക്കുമെന്നും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചർച്ചകൾക്ക് അടിസ്ഥാനമില്ലെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കി. ഇന്ത്യയുടെ നിലപാടിനെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പിന്തുണച്ചിരുന്നു. ഇരു രാജ്യങ്ങൾക്കും ഒപ്പം ലോകത്തിനാകെയും അശാന്തി വിതയ്ക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും വൈകിക്കൂടെന്നാണ് ഇരു രാജ്യങ്ങളിലെയും അതിർത്തി മേഖലയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. സമാധാനത്തിനായി നയതന്ത്രപരവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം ചെലുത്താൻ ഐക്യരാഷ്ട്രസഭയ്ക്കാവണം. അതിനായില്ലെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള മറ്റൊരു മഹാവിപത്തായി യുക്രൈൻ റഷ്യ യുദ്ധം മാറിയേക്കും എന്നാണ് വിലയിരുത്തൽ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.